ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചന്ദ്രകാന്തം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയിലുണ്ടല്ലോ, നമ്മുടെ നന്ദ ഇറങ്ങി പോയിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ ലക്ഷ്മി നമ്മുടെ ഈ ഗൗതമനോട് വന്ന് പറയുന്നുണ്ട്, നന്ദ എത്ര വാശി കാണിച്ചാലും നീ എങ്ങനെ അവളെ കൂട്ടിക്കൊണ്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ പവിത്ര ആ ഒരു വാർത്ത നമ്മുടെ ഇന്ത്യവരം കുടുംബക്കാരെ എല്ലാവരും അറിയിക്കുന്ന കേട്ടോ. നമ്മുടെ പവിത്ര പറയുന്നുണ്ട്, എലപ്പാറയിലേക്ക് പോയ ബസ് കൊക്കയിൽ മറിഞ്ഞു എന്നാണ് വാർത്ത. ഒരു കൈക്കുഞ്ഞുമായിട്ടുണ്ടായിരുന്നവരൊക്കെ അപകടത്തിൽ പെട്ടുപോയെന്ന് അതിൽ വാർത്തയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഗൗതം പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നന്ദ കൊണ്ട ബാഗും ആ ഒരു കുഞ്ഞിന്റെ ടർക്കി ആണെങ്കിൽ ഇങ്ങനെ ചോരയൊക്കെ പുരണ്ടി ഇരുന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ നന്ദയും കുഞ്ഞും നഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ ഇന്ത്യവരം കുടുംബക്കാർ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി നിൽക്കുന്ന ഒരു രംഗങ്ങളാണ് നമുക്ക് ആ ഒരു കാണുവാൻ സാധിക്കുന്നത്. എന്നിട്ട് നന്ദയുടെ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ മാലയ്ക്കിട്ട് ഭിത്തിയിൽ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ ഗൗതം വന്ന് നിന്ന് ആ ഒരു നന്ദയുടെ ആ ഒരു ഫോട്ടോ നോക്കി, ആ ഒരു പടം നോക്കി ഇന്ന് കരയുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിട്ട് നമുക്ക് ആ ഒരു പ്രൊമോയിൽ അവസാനം നമുക്ക് കാണുവാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു കുഞ്ഞിന്റെ ആ ഒരു രക്തമൊക്കെ വീണ ആ ഒരു ടർക്കി ഉണ്ടല്ലോ, അതിലിങ്ങനെ പിടിച്ച് നമ്മുടെ ഗൗതം വല്ലാതെ ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ആ ഒരു പ്രേക്ഷക മനസ്സിനെ പിടിച്ച് കുലുക്കുന്ന കുറച്ച് മുഹൂർത്തങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു പ്രൊമോയിൽ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലെ. എന്തായാലും നമ്മുടെ നന്ദയും കുഞ്ഞും എവിടെയെങ്കിലുമൊക്കെ സേഫ് ആയിട്ട് ഇരിക്കട്ടെ അല്ലെ. അപ്പൊ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.